തിരുവനന്തപുരത്തെ കുഴിമൂടൽ സമരത്തെ തുടർന്ന് അറസ്റ്റിലായ ബിജെപി കൗൺസിലർമാർക്ക് ജാമ്യം. നാണംകെട്ട പോലീസ് ഒടുവിൽ ജാമ്യം നൽകിയെന്നും ജനവികാരം മാനിച്ചാണ് ജാമ്യം ലഭിച്ചതെന്നും ബിജെപി ജില്ലാ അധ്യക്ഷൻ വി രാജേഷ് കൂടി വ്യക്തമാക്കി. മേയറുടെ നേതൃത്വത്തിൽ കൗൺസിലർമാർക്കെതിരെ ഗൂഢാലോചന നടത്തുന്നുള്ള ഗുരുതര ആരോപണമാണ് ബിജെപി ഉന്നയിക്കുന്നത്. സർക്കാരിനെതിരെ ശക്തമായ ജനവികാരമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ വിഷയത്തിൽ തിരുവനന്തപുരത്തെ ജനങ്ങൾ ബിജെപിയോടൊപ്പമാണ്, കോർപ്പറേഷനിലെ പ്രതിപക്ഷത്തോടൊപ്പമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പൊതുസമൂഹത്തെ ഞങ്ങൾ അഭിസംബോധന ചെയ്ത നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കൗൺസിലർമാരെ മോചിപ്പിക്കുവാൻ വേണ്ടി സർക്കാർ നിർബന്ധരായിരിക്കുകയാണ്. തീർച്ചയായിട്ടും അവരുടെ ഒരു ഭീഷണിയായിരുന്നു റോഡ് വിഷയം ഉന്നയിക്കുന്നവരൊക്കെ തന്നെ ജയിലിലടയ്ക്കുക എന്നുള്ളത്. ഈ കൗൺസിലർമാരുടെ നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൊതുസമൂഹത്തിലെ മുഴുവൻ ജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ തിരുവനന്തപുരത്തിന് വേണ്ടി വരാൻ പോകുന്ന ദിവസങ്ങൾ ശക്തമായ പോരാട്ടം നടത്തും. 30-ാം തീയതി കോർപ്പറേഷൻ കൗൺസിലാണ്. കൗൺസിലിൽ ശക്തമായിട്ട് ഈ വിഷയങ്ങൾ ഉന്നയിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. ശാലിനിയാണ് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നത്. ശാലിനി, ഈ സംഭവമുണ്ടായ മുഴുവൻ സമയവും ശാലിനി അവിടെ നിന്ന് നമുക്ക് വേണ്ടിയിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തായാലും ഈ പ്രശ്നം റോഡിലെ കുഴി അല്ലെങ്കിൽ സ്മാർട്ട് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിവിധ തലസ്ഥാന ജില്ലയിലെ അല്ലെങ്കിൽ തലസ്ഥാന നഗരത്തിലെ വിവിധ ഇടങ്ങളിൽ ഇപ്രകാരം വഴിമുടക്കിയുള്ള റോഡ് നിർമ്മാണം അത് കുഴിയായിട്ട് മാറുകയും മഴ കൂടി പെയ്തപ്പോൾ കനത്ത ദുരിതമാണ് ജനങ്ങൾ നേരിട്ട് അനുഭവിക്കുന്നത്. ഇതിന് കടുത്ത പ്രതിഷേധമാണ് നഗരസഭയിലെ പ്രതിപക്ഷം എന്ന രീതിയിൽ ബിജെപി ഉയർത്തിയത്. അത് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചന പ്രകാരം 31-ാം തീയതിയോട് കൂടി തന്നെ കേരളത്തിൽ കാലവർഷം എത്തുമെന്നുള്ളതാണ്. സ്വാഭാവികമായും മഴയുടെ ദിവസങ്ങൾ അല്ലെങ്കിൽ തുടർച്ചയായ മഴക്കാലമാണ് തലസ്ഥാന ജില്ലയിൽ അടക്കം ഇനി ഉണ്ടാക്കാൻ പോകുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഈ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായും സ്മാർട്ട് റോഡുകളുടെ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടുമുള്ള കുഴികൾ വലിയ രീതിയിലുള്ള ദുരിതം തലസ്ഥാന നിവാസികൾക്ക് ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം വേനൽമഴ ശക്തമായ സാഹചര്യത്തിലും ദുരിതം ഏറിയ പങ്കും നഗരമേഖലയിൽ അനുഭവിച്ചതും ഈ റോഡുകളുടെ വശങ്ങളിലുള്ള ഓട നിർമ്മാണത്തിലെ പാളിച്ചകൾ, ഒപ്പം തന്നെ കുഴികൾ അടക്കമുള്ള കാര്യങ്ങളിലായിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ബിജെപി സ്വമേധയാ ഈ വിഷയത്തിൽ ഒരു പ്രതിഷേധം ശക്തമാക്കുകയും അതിന്റെ ഭാഗമായി റോഡുകളിലെ കുഴികൾ നികത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തത്. രാവിലെ 11 മണിയോടുകൂടിയാണ് ബിജെപിയുടെ 35 കൗൺസിലർമാർ ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമാവുകയും ചെയ്തത്. തൊട്ടു പിന്നാലെ തന്നെ 24ഓളം കൗൺസിലർമാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് സ്ഥലത്ത് നിന്ന് നീക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മണിക്കൂറുകളോളം എയർ ക്യാമ്പിൽ എത്തിച്ച് അവർക്ക് മതിയായ നിയമ നടപടികളോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളോ സ്വീകരിക്കാതെ അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന സാഹചര്യം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളൊരു വിമർശനമാണ് ബിജെപി ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത്. റോഡുകളുടെ കുഴികളിലൊക്കെ തന്നെ പൊടിയും ഒക്കെ ഇട്ട് ഈ റോഡുകൾ നികത്തുന്ന സാഹചര്യം, അതായത് കുഴികൾ നികത്തുന്ന സാഹചര്യം ബിജെപി കൗൺസിലർമാരുടെ ഭാഗത്തു നിന്നുണ്ടായി. ബിജെപി ജില്ലാ അധ്യക്ഷനും കൗൺസിലറുമായ വി രാജേഷിന്റെ നേതൃത്വത്തിലാണ് കൗൺസിലർമാർ അത്തരത്തിലൊരു പ്രവർത്തനം നടത്തുകയും ചെയ്തത്. പക്ഷേ പോലീസ് സ്വീകരിച്ച നടപടിയിൽ വലിയ രീതിയിലുള്ള വിമർശനവും പോലീസിനെതിരെ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മേയറും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറും ചേർന്ന് ഇത്തരത്തിലുള്ള ഗൂഢാലോചനകൾ നടത്തി കൗൺസിലർമാരെ ജയിലിലടയ്ക്കാനുള്ള ശ്രമം നടത്തിയെന്നുള്ള ഗുരുതര ആരോപണമാണ് ബിജെപിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും പ്രതിഷേധം ശക്തമാക്കിയ സാഹചര്യത്തിൽ ഈ മുഴുവൻ കൗൺസിലർമാരെയും 24 കൗൺസിലർമാരെയാണ് അറസ്റ്റ് ചെയ്തത്. അവരെ 24 പേരെയും വിട്ടയക്കുന്ന സമീപനം പോലീസ് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടായാലും വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ബിജെപി വ്യക്തമാക്കുന്നത്. നാളെ മുതൽ തന്നെ നഗരത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ ഇത്തരം റോഡുകൾ കുഴികളായി കിടക്കുന്നു ആ ഭാഗങ്ങളിലെല്ലാം തന്നെ മണ്ണിട്ട് കുഴികൾ നികത്തുന്ന നടപടിയിലേക്ക് പോകുമെന്നുള്ളതാണ്. അതിൽ ഏത് തരത്തിലുള്ള നിയമ നടപടി ഉണ്ടായാലും നേരിടാൻ തയ്യാറാണ് എന്നുള്ളതാണ് ബിജെപി ജില്ലാ നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് സ്കൂളുകൾ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. ഇന്ന് ഈ പ്രതിഷേധം നടന്ന ഭാഗങ്ങളിലടക്കം 5-ലധികം ഹൈസ്കൂളുകളും മോഡൽ സ്കൂളുകളും അടക്കം പ്രവർത്തിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ജനജീവിതത്തെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന കുഴികൾ നികത്താനുള്ള ബിജെപിയുടെ തീരുമാനം. വരുന്ന കൗൺസിൽ യോഗത്തിലടക്കം ഇത് ശക്തമായി തന്നെ ഉന്നയിക്കാനും പ്രതിഷേധം ശക്തമാക്കാനും തന്നെയാണ് ബിജെപിയുടെ തീരുമാനം.